ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ബിസിനസ്സുകാരുടെ 6 മണി പ്രോബ്ലത്തെ കുറിച്ചാണ്. ഒന്നാമത്തത് ലാക്ക് ഓഫ് റിട്ടയർമെന്റ് പ്ലാനിങ്. ബിസിനസ്സുകാരൊക്കെ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരവരുടെ ബിസിനസ്സിനെ മാത്രം ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു റിട്ടയർമെന്റ് ലൈഫിനെ കുറിച്ച് ചിന്തിക്കുകയോ അവർക്ക് അതിനു വേണ്ട പ്ലാനിങ് ഒന്നും റെഡിയാക്കുകയോ ചെയ്യാറില്ല. അപ്പൊ ഇത് പിന്നീട് അവരുടെ ഭാവിയിലെ റിട്ടയർമെന്റ് ലൈഫില് വളരെയധികം സ്ട്രഗിൾ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ ഇല്ല എന്നുള്ളതാണ്. അവര് വേറെ ഒരു രീതിയിലുള്ള ഒരു സോഴ്സും അവർ കണ്ടെത്താത്തത് കൊണ്ടും അവർ കൂടുതൽ ബിസിനസ്സിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നുണ്ടും ആ ബിസിനസ്സിൽ പല ഫ്ലക്ച്വേഷൻസ് വരും. നമുക്കറിയാം ജീവിതത്തിൽ പല ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഏത് ബിസിനസ്സിലായാലും അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാകും. ആ ഒരു അപ്പ് ആൻഡ് ഡൗൺസിൽ അവർ വല്ലാതെ സ്ട്രഗിൾ ചെയ്യണം. കാരണം വേറെ ഒരു സോഴ്സ് ഇൻകം സോഴ്സ് ഒന്നും അവർ കണ്ടെത്താത്തതുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടാക്സ് ബർഡൻ ആണ്. അവര് എപ്പോഴും ബിസിനസ് നന്നായിട്ടൊക്കെ ചെയ്യുന്നുണ്ടാവും, ഇൻകം ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ അവര് വളരെ വലിയ തുക ടാക്സിന് വേണ്ടി ചെലവാക്കുന്നുണ്ടാവും. ഈ ടാക്സിനെ അവർ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ടാക്സ് ബെനിഫിറ്റ് എങ്ങനെ നേടാമെന്ന് അവരൊരിക്കലും ചിന്തിക്കുകയോ അതിനുവേണ്ടി പ്ലാൻ ചെയ്യുകയോ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അവർ ഏൺ ചെയ്യുന്ന എമൗണ്ടിന്റെ നല്ലൊരു ശതമാനം ടാക്സിന് വേണ്ടിയിട്ട് അവർ കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ അവർക്ക് ഇല്ലാത്തത് ഒരു പാസീവ് ഇൻകം ഇല്ല എന്നുള്ളത്. അവരെപ്പോഴും അവരുടെ ബിസിനസ്സിനെ മാത്രം ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ ബിസിനസ്സിനെ അവർ അത്രയധികം വിശ്വസിക്കുന്നു. ആ ഒരു ആക്റ്റീവായിട്ടുള്ള ആ ഇൻകത്തിൽ മാത്രമാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരു പാസീവ് ഇൻകത്തിന്, ഒരു ഇൻകം പ്രൊട്ടക്ഷൻ ഒന്നും അവർ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഒരു സമയം കഴിഞ്ഞാൽ അവരൊരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് എത്തുമ്പോഴത്തേക്കും ബിസിനസ് ഒക്കെ നിർത്തി അവരെ റിട്ടയർ ചെയ്യുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ബിസിനസ് ഡള്ളാവുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് അവർക്ക് വേറെ വരുമാന മാർഗം ഒന്നും ഇല്ലാതെയായി പോകുന്നു. നമുക്ക് നോക്കിയാൽ കാണാം, നന്നായിട്ട് ബിസിനസ്സൊക്കെ ചെയ്തിരുന്ന പല ആളുകളും ഒരു 70 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ബിസിനസ്സൊക്കെ സ്റ്റോപ്പ് ചെയ്ത് അവരാരോഗ്യമൊക്കെ മോശമായി അവർ പിന്നീട് അങ്ങോട്ട് വല്ലാതെ സ്ട്രഗിൾ ചെയ്യുകയാണ്. കാരണം അവർക്കൊരു പാസീവ് ഇൻകം അവിടെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ വല്ലാതെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നു. ആ സമയത്ത് ശരിക്കും ശാന്തമായിരിക്കേണ്ട ആ സമയത്ത് ഫിനാൻഷ്യലി ആയിട്ട് അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെയുള്ളത് അവർ റിസ്ക്, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് പോലുമില്ല, അല്ലെങ്കിൽ റിസ്ക് എക്സ്പോസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു ഇൻകം പ്രൊട്ടക്ഷൻ എന്നതിനേക്കാൾ അപ്പുറം ഒരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ എടുത്തു വയ്ക്കുന്നില്ല. ജീവിതത്തിൽ പല റിസ്കുകളും ഉണ്ടാവും. ആ റിസ്കിനെ തരണം ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം. അത്തരം ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷനെ കുറിച്ച് അവർ ചിന്തിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ട പ്ലാനിങ് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് വല്ലാതെ അവർ സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പൊ അവർക്ക് ആ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉണ്ടാകുന്ന പല റിസ്കുകളും അവർക്ക് നേരിടാൻ സാധിക്കാതെ, അല്ലെങ്കിൽ വല്ലാതെ അവര് ഫിനാൻഷ്യലി ആയിട്ടും മെന്റലിയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നു. അപ്പൊ ഈ ഒരു ഇത്തരം പല മണി പ്രോബ്ലംസ് കൊണ്ട് തന്നെ പല ബിസിനസ്സുകാരെയും നമുക്ക് നോക്കിയാൽ അറിയാം അവർ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നു. നമ്മൾ പുറമേ നോക്കുമ്പോൾ അവർ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ഏൺ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവർ വല്ലാതെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞ ഒരു സ്കെയിലിംഗ് ചലഞ്ചാണ്. പല ബിസിനസ്സുകാരും അവരുടെ ബിസിനസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അത് ഒരേ ലെവലിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷെ അതിനെ സ്കെയിലപ്പ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കാറില്ല. അവരതിനെ സ്കെയിലപ്പ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ കൂടുതൽ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്കൊന്നും അതിനെ പ്ലാൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റങ്ങളൊന്നും അവർ ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർക്ക് ഒരു വെൽത്ത് ബിൽഡ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അവരെപ്പോഴും ഡെയിലി ബിസിനസ് ചെയ്യുന്നു, അതിൻ്റെ വരുമാനം എടുക്കുന്നു, ടാക്സ് അടയ്ക്കുന്നു, മറ്റ് ഫിനാൻഷ്യൽ സ്ട്രഗിൾ എല്ലാം തരണം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ നേരിടുന്നു. അതൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇല്ലാതെ അവർക്ക് അവർ ഏൺ ചെയ്യുന്ന എമൗണ്ടിനെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ പോകുന്നു. അപ്പൊ ഇങ്ങനെ 6 പ്രോബ്ലംസ് ആണ് മെയിനായിട്ട് പല ബിസിനസ്സുകാരെയും ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിലേക്ക് എത്തിക്കുന്നത്. ഇതിനൊരു പ്രധാന പോംവഴി എന്ന് പറഞ്ഞാൽ ബിസിനസ് ഉണ്ടാവാം, നന്നായിട്ട് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല സ്കോപ്പുള്ള ബിസിനസ് ആയിരിക്കാം. പക്ഷേ എന്നാലും ബിസിനസ്സിൽ ഏണിങ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് നല്ല രീതിയിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് റെഡിയാക്കി അവരുടെ ഇൻകത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഒരു ഗ്യാരണ്ടീഡ് റിട്ടേൺ എപ്പോഴും അവർക്ക് ജീവിതകാലം മുഴുവൻ കിട്ടുന്ന രീതിയിൽ ഒരു പ്ലാൻ റെഡിയാക്കി അതിനകത്തേക്ക് കിട്ടുന്ന ഏണിങ്സ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്.
അങ്ങനെ നല്ല രീതിയിൽ ഒരു കൃത്യമായ ഗൈഡൻസോട് കൂടി തന്നെ അവരുടെ ഏണിങ്സിനെ അവർ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട പ്ലാൻ ആക്കി മാറ്റി അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അതും കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് അവർക്ക് ഈ 6 പ്രോബ്ലംസിനെയും ഒഴിവാക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനു വേണ്ട ഗൈഡൻസിനും മറ്റ് അറിവുകൾക്കും ഞങ്ങളെ ഫോളോ ചെയ്യാവുന്നതാണ്. ഞങ്ങളുമായിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ, ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾ ഓരോരുത്തർക്കും അവരവരുടെ കസ്റ്റമൈസ് ചെയ്ത് അവരുടെ പ്രോബ്ലം എന്താണ്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഇൻകം ഉള്ളത്, ഇനി എന്താണ് അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന ഗോൾസ് എന്താണ്, അവരുടെ റിസ്ക് എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കിച്ചുകൊണ്ട് നല്ല രീതിയിൽ അവർക്ക് ഒരു കസ്റ്റമൈസ്ഡ് പ്ലാൻ റെഡിയാക്കി കൊടുക്കാൻ ഞങ്ങൾ ഇവിടെ റെഡിയാണ്. നിങ്ങൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ കേൾക്കുക. നിങ്ങൾ ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ട ഒരു പാസീവ് ഇൻകം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഒരു ഇൻകം പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ന് തന്നെ ചെയ്യുക. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് റെഡിയാക്കേണ്ടത് എപ്പോൾ എന്ന് ചോദിച്ചാൽ അത് ഇന്നലെ ആയിരുന്നു. കാരണം ഓരോ നിമിഷവും വൈകുന്തോറും അത്രയും നമുക്ക് ഏൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് തന്നെ പ്ലാൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെയും ടേക്ക് കെയർ. ബൈ.